ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് ആർക്കാണ് ഇത്ര എതിർപ്പ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം നിലവിൽ നമുക്ക് എതിർപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിനാണെന്നാണ്. സെൽഫ് ഡിക്ലറേഷൻ ആണ് അവർ ഇല്ലാണ്ടാക്കുന്നത്, എടുത്ത് കളയുന്നത്. അവർ ഇതൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളി നമ്മൾ വീട്ടുകാരുടെ അടുത്ത് പറയാണ് ഇത് അഭിനയിക്കുകയാണ്. കാരണം അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിക്ടിമായിട്ടുള്ള ഒരാളാണ് ഞാൻ. മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും തന്നെ ട്രിവാൻഡ്രത്ത് നടത്തിയ 600ഓളം ട്രാൻസ് വ്യക്തികൾ പങ്കെടുത്ത പ്രൊട്ടസ്റ്റിൽ കവർ ചെയ്ത് കണ്ടില്ല. ഓരോ ദിവസവും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യന്മാർ കടന്നു പോകുന്ന പോലെ ട്രോമകളിലൂടെ വേറൊരു വ്യക്തികൾ കടന്നു പോകുന്നുണ്ടോ എന്നറിയില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി പലവരും പറയുന്നുണ്ട് ഈ ഒരു ജന്മം ആർക്കും കിട്ടല്ലേ എന്ന്. നമ്മൾ നമ്മുടെ പ്രതിഷേധങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും. കേൾക്കുന്നുണ്ടോ ആൾക്കാർ? ആരും കേൾക്കുന്നില്ല. തളർന്ന് സർജറിക്ക് കൂടെ വരാൻ ആൾക്കാർ പേടിച്ചിരിക്കുകയാണ്. കാരണം സർജറിക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയാണ് എൻ്റെ സർജറി ഇവർ നിർബന്ധിച്ചാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെടും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നൊരു ബില്ലാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ബില്ലിൽ എഴുതി വെച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കല്ലേ. എങ്ങനെ ജീവിക്കും? ഇത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഇത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് അത് നമ്മളിലേക്ക് ആണിന് ഇങ്ങനെ ഒരു നിയമമുണ്ട്, പെണ്ണിന് ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹെയ്തി സാദിയാണ്. നമസ്കാരം. നമസ്കാരം. വീണ്ടും നമസ്കാരം. വീണ്ടും ഹെയ്തി സാദി. ഇപ്പം എന്താ പറയാ, കുറേ പ്രശ്നങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞ കമ്മ്യൂണിറ്റി കടന്നു പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫുള്ള് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് ചർച്ചയിൽ ഉള്ളതും. ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് ആർക്കാണ് ഇത്ര എതിർപ്പ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം നിലവിൽ നമുക്ക് എതിർപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിനാണെന്നാണ്. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബില്ലായിരുന്നു ആക്റ്റായി മാറിയത് 2019. അപ്പോൾ 2019 ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഇപ്പോൾ അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അത് ഭയങ്കര ട്രാൻസ്ഫോബിക്, ബ്രാഹ്മണിക്കൽ, അതുപോലെ തന്നെ ഹയറാർക്കിക്കൽ ബില്ലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അതിനെതിരെയുള്ള പ്രതിഷേധം ഓൾ ഓവർ ദ ഇന്ത്യ നടക്കുന്നുണ്ട്. അപ്പം കമ്മ്യൂണിറ്റിയോടുള്ള ദേഷ്യം ഞാൻ ഇപ്പോൾ ഈ ബില്ല് പാസ്സാക്കിയ നമ്മുടെ കേന്ദ്രത്തിന് തന്നെ ആയിരിക്കണം. എന്തുകൊണ്ട് അവര് നിങ്ങളുടെ ആ ഒരു വിഷമവും കൂടി മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കൂടി മനസ്സിലാക്കാത്തത് എന്താണെന്ന് ഹെയ്ദിക്ക് എന്താ തോന്നണേ? എനിക്ക് തോന്നുന്നു ഇവരിതിനകത്ത് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടില്ല. ഒന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രൊപ്പഗൻഡ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇനീഷ്യേറ്റീവായിട്ടായിരിക്കാം മേ ബി ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, മനുഷ്യത്വരഹിതമായിട്ടുള്ള, മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള, നമ്മൾ ഇനി എന്ത് ഭയങ്കര പാനിക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും വളരെയധികം ആൻഷ്യസ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും. വളരെ സ്മൂത്തായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പലവരും കേരളത്തിലൊക്കെ ഉള്ള മെജോറിറ്റി ഓഫ് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരും അവരവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. അവരുടെ വീടുകളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലും അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യനിങ് ആണ് ഈ ബില്ല് നടപ്പിലാക്കി കഴിഞ്ഞെന്നാൽ വരാൻ പോകുന്നത്. അപ്പം നമ്മളൊരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നേലും യങ്ങറായിട്ടുള്ള ഒരു ട്രാൻസ് വുമണ് എന്നെ എടിപ്പൊടി എന്ന് വിളിച്ചാൽ എനിക്ക് പ്രശ്നം വരുന്നില്ല. പക്ഷെ അത് പ്രശ്നം വരുന്നൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ലീഡ് ചെയ്യുന്ന ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ആയിരിക്കാം ഈ പറഞ്ഞ ഇതിനകത്ത് കിടക്കുന്ന ജോഗപ്പയാണെങ്കിലും ഹിജ്റ ആണെങ്കിലും കിന്നർ ആണെങ്കിലും. അവിടെയൊക്കെ ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ്. അവിടെ ഹയറാർക്കി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മുഖ്യധാര സമൂഹത്തിലേക്ക് വന്ന് ജീവിക്കാനോ ഉള്ളൊരു പ്രൊവിഷനില്ല. പഠിച്ച് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ അവിടെ ഉള്ളവർ സമ്മതിക്കില്ല. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെക്കാട്ടിലും യങ്ങറായിട്ടുള്ള ഞാൻ സർജറി ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ട്രാൻസിഷൻ ചെയ്തതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കമൗട്ടായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ പേര് വിളിക്കുകയോ എന്നെ എടിയെന്നോ പൊടിയെന്നോ അഭിസംബോധന ചെയ്താലോ ഞാൻ അവരുടെ മുടി മുറിക്കാനോ അവരടിക്കാനോ അവർ തൊഴിക്കാനോ അവർക്ക് ദണ്ടിടുക എന്ന് പറയും, അല്ലെങ്കിൽ അവർ എന്താ പറയുക പറഞ്ഞതിനുള്ള പണിഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി കൊടുക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേര് റൂള് ചെയ്യുന്ന
കൾച്ചറൽ ഐഡന്റിറ്റീസ് ആണ് അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ഈ ബില്ലിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അപ്പം അതിലൊക്കെ നമ്മൾ വീണ്ടും പോയിട്ട് നമ്മൾ അതാണ്, നമ്മളൊരു മനുഷ്യനാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ജെൻഡർ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പോയി ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനകത്തൊരു മൈനോറിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ചില ആൾക്കാർ ഇപ്പം അവരുടെ കുറെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ട് ഫേക്ക് ചെയ്യുന്നുണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെ കൊണ്ടുവരുന്നത്? അതാണോ ഇവർ മുൻനിർത്തി പറയുന്നത് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി? അതിനെ തടയാനെന്ന് പറയുന്നുണ്ട്, പക്ഷെ എത്രത്തോളം അതിനെ തടയാൻ പറ്റും? സെൽഫ് ഡിക്ലറേഷൻ ആണ് അവർ ഇല്ലാണ്ടാക്കുന്നത്, എടുത്ത് കളയുന്നത്. ഒരാൾ ഇപ്പം ഈ പറഞ്ഞ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പലരും തന്നെ സെൽഫ് ഡിക്ലെയർ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവരിന്ന് കംഔട്ട് ആയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കംഔട്ട് ആവാൻ എങ്ങനെ പറ്റും? നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ആസ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ അവർ ഇതൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളി നമ്മൾ വീട്ടുകാരുടെ അടുത്ത് പറയാണ് ഇത് അഭിനയിക്കുകയാണ്. കാരണം അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിക്റ്റിമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇത് അഭിനയിക്കുകയാണ്, ഇത് അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ജെൻഡർ ഡിസ്ഫോറിയ എന്നൊരു കണ്ടീഷൻ നമ്മളെ വല്ലാണ്ട് അലട്ടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് കംഔട്ട് ആവാൻ പറ്റുക? നമ്മൾ തടങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ ഐഡന്റിറ്റി തുറന്നു പറയാൻ പറ്റാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കേണ്ടി വരും. അപ്പം ഭയങ്കര ക്വസ്റ്റ്യനിങ് ആണത്. അവിടെ തന്നെ എല്ലാം തീർന്നു. ഒരാൾ കംഔട്ട് ആവാൻ നിൽക്കുന്നത്. അപ്പം ഇനി വരുന്ന കമ്മ്യൂണിറ്റികൾക്ക് എന്ത് സ്ട്രെങ്ത് ആണ് എൻഷ്യൂർ ചെയ്യാൻ പറ്റുന്നത്? എന്ത് സെക്യൂരിറ്റിയാണ് ഈ കൺട്രിക്ക് എൻഷ്യൂർ ചെയ്യാൻ പറ്റുന്നത്? പറ്റില്ല. അപ്പോൾ ഈ സമരം നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഇതിനെ നിങ്ങളൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നതിലൂടെ എന്താ അതിനകത്ത് സൊല്യൂഷൻ ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം നമ്മൾ സമരങ്ങളിലൂടെ തന്നെയാണ് എല്ലാ പോരാട്ടങ്ങളും പോരാട്ടത്തിലൂടെ തന്നെയാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. എല്ലാ അംഗീകാരങ്ങളാണെങ്കിലും ശരി, എല്ലാ അവകാശങ്ങളാണെങ്കിലും പോരാടി നേടിയെടുത്തത് തന്നെയാണ്. പക്ഷെ ഇതൊരു മൈനോറിറ്റിയാണ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നത്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ആരും സോളിഡാരിറ്റി കാണിക്കാത്തത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് എന്തെങ്കിലും ഓർഗനൈസേഷൻസോ പൊളിറ്റിക്കൽ പാർട്ടിയോ ഒന്നും തന്നെ നമുക്ക് ഒരു സോളിഡാരിറ്റി കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല. പ്രൊട്ടസ്റ്റ് നടക്കുന്നിടത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വീഡിയോസ് ഇടുന്ന പ്രൊഫൈൽസിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഈ ചാനൽസ് ഉണ്ടല്ലോ, മൊബൈൽ സ്ക്രീനിൽ വീഡിയോ ഇട്ടുകൊണ്ട് ഇരിക്കുന്ന ചാനൽസ്, സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽസ്, അവരാണ് അധികവും വരുന്നത് കണ്ടിട്ടുള്ളത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും തന്നെ ട്രിവാൻഡ്രത്ത് നടത്തിയ 600ഓളം ട്രാൻസ് വ്യക്തികൾ പങ്കെടുത്ത പ്രൊട്ടസ്റ്റിൽ കവർ ചെയ്ത് കണ്ടില്ല. മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽസ് ഒന്നും തന്നെ അതിനെ അഡ്രസ്സ് ചെയ്ത് കണ്ടില്ല. പിന്നെ ഇവിടെ കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട്, തൃശ്ശൂർ നടത്തിയിട്ടുണ്ട്, കാലിക്കറ്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇതിനെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോളിഡാരിറ്റി ആകാം വന്നതിൽ വലിയ കാര്യം ഓൺലൈൻ മീഡിയ ചാനൽസ് വന്നിട്ടുണ്ട് എങ്കിലും അതിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അപ്പിയറൻസിനെ കാണിക്കാനും അതിനെ പോർട്രേ ചെയ്യാനും അവരുടെ ആ ഒരു ആ ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന എലമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്യാപ്ചർ ചെയ്തിട്ടിടാനുമാണ്. അല്ലാണ്ട് ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഒരു 85% ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ലത്. അപ്പം ഈ ആളുകളെ അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഉള്ള ആളുകളെ ഭയങ്കരമായിട്ട് ഒരു കളിയാക്കുന്ന രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലവർ വീഡിയോസ് എടുത്തിടുന്നത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് എൻ്റെ വ്യൂ ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ ഇടുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ആ ഒരു എന്താ പറയുക അതിനകത്തുള്ള ഒരു കാമ്പ് ശരിക്കും നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. ചിലപ്പം പോപ്പുലർ ആയിട്ടുള്ള മെയിൻ സ്ട്രീമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സെലിബ്രിറ്റി ഫെയിമുള്ള കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഒക്കെ ആ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരെടുത്ത് പോയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതുമായി ഒരു കണക്ഷനും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ആ സെലിബ്രിറ്റി ഇവിടെ വിൻ ചെയ്യുമോ, ഇയാൾ ഇലക്ഷന് നിൽക്കുന്നതിന് എന്താ അഭിപ്രായം, അതൊക്കെ ചോദിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കഴമ്പിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ സീരിയസ്നെസ്സിനെ കളഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ ആ ഒരു ആക്ട്രസ് സബ്സ്ക്രിപ്ഷന് തുടങ്ങിയിട്ടുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ, അതിലെന്താ അഭിപ്രായം, അതിനെക്കുറിച്ച് നിങ്ങളെന്താ
തുടങ്ങുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് ൻ്റെ റീസൺ എന്താണ്, ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് വേണ്ടത്, ഇതൊന്നും തന്നെ ആരും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ചോദിക്കുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പാണ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പേര് BJPയുടെ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേക്കും അതിനകത്തുനിന്ന് ഒരാൾ തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല, മീൻസ് അംഗത്വം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു പാർട്ടിപരമായിട്ടുള്ള ഒരു കളിയാണെന്നുള്ളത് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. BJPയിൽ അംഗത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, റെപ്രസെൻറ്റേഷൻ എല്ലായിടത്തും വേണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പം BJP പോലുള്ള ഒരു പാർട്ടിയിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതേ BJPയുടെ ആൾക്കാർ ഭരിക്കുന്ന കേന്ദ്രത്തിൽ നിന്നുമാണ് ഇതേ ബില്ല് വന്നിട്ടുള്ളത് എന്നും ഇത് ആക്റ്റായി മാറുന്നത് എന്നും വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരെയും എഫക്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പം അവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളതിൽ പാർട്ടിസിപ്പേഷൻ ആണല്ലോ, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിൻ്റെ പോരാട്ടമാണല്ലോ. അപ്പോൾ അതിൽ പാർട്ടി കാര്യങ്ങളൊന്നും നമ്മൾ വലിച്ചിട്ടിട്ടും കാര്യമില്ല. ഇപ്പം പല ഐഡിയോളജീസ് ഉള്ള ആൾക്കാരായിരിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം മെജോറിറ്റി എന്ന് പിന്നെയും പറയാൻ പറ്റും. ഇപ്പം ഉള്ള ഒരു സംഖ്യ ആളുകളുടെ ആൾബലം വെച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം മുന്നേ ഇത് വളരെ മൈനോറിറ്റിയാണ്, ഇത്ര പോലും ഉണ്ടായിരുന്നില്ല. അപ്പം വിസിബിലിറ്റി ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പല വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പം LGBTIQ ഒക്കെ മാറ്റി നിർത്താം. നമുക്ക് ഇൻഡിവിജ്വലി ട്രാൻസ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ട്രാൻസിൽ തന്നെ ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഐഡിയോളജീസിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പോഷക സംഘടനകൾ വരെ വന്നിട്ടുണ്ട് ഓരോ പാർട്ടിക്കും. LDF ലെഫ്റ്റിനും വന്നിട്ടുണ്ട്, റൈറ്റിനും വന്നിട്ടുണ്ട്, ഈവൻ BJP പോലും മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിയമസഭയിൽ മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതി എന്ന് പറഞ്ഞ കുട്ടി. അപ്പം പല രീതിയിലുള്ള വൈവിധ്യമാർന്ന മനുഷ്യന്മാരാണ്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരാണ്. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോളിഡാരിറ്റിയാണ്. ഞാനും ഒരു ട്രാൻസ് പേഴ്സൺ ആണ്, നീയും ഒരു ട്രാൻസ് പേഴ്സൺ ആണ്, നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ബേസിക്കലി ഉണ്ടാവേണ്ടത്. അതുണ്ടെങ്കിൽ തന്നെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ കുറേയൊക്കെ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണിത്. ഇപ്പോൾ ഈവൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പലരെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന വ്യക്തികൾ കാരണം, ഇന്ന ആൾക്കാരുടെ ഈ ഹിജറ സൈഡിൽ ഇതിൽ തന്നെ ഭയങ്കര ഹെഡ് ഓഫ് ദി എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് അവിടുത്തെ ഹിജറ ലീഡേഴ്സ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടായുള്ള ഒരു അമെൻമെൻ്റ് ആണെന്നുള്ള ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ രംഗത്ത് വന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് മാറ്റിയേ പറ്റൂ, ഇത് ഞങ്ങൾക്ക് പറ്റില്ല. എത്രയോ സെലിബ്രിറ്റീസ്, എത്രയോ പാർലമെന്റിൽ പോലും എത്രയോ വ്യക്തികളാണ് ഇതിന് ഒപ്പോസിഷൻ പറഞ്ഞിട്ടുള്ളത്, എത്രയോ MP-മാരാണ് ഒപ്പോസിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട്, പക്ഷേ ഇതിന് സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും ജാബച്ചനൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓൺ പോയിന്റ് ആയിരുന്നു. അപ്പം അതുപോലെയുള്ള ആൾക്കാർ പറഞ്ഞു, ഇപ്പം നമ്മുടെ ജോൺ ബ്രിട്ടാസ് സാർ പറഞ്ഞു, ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതിനൊന്നും അവർ വകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെവി പോലും കൊടുത്തിട്ടില്ലല്ലോ. ഈ ഹിജ്റാസിനെയൊക്കെ ഇതിനകത്ത് എക്സെപ്ഷണൽ കേസായിട്ട് വന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയോ? കാരണം ചിലർക്ക് ഇത് അറിയുണ്ടാവില്ല, അവരെ മാത്രം ഒരു കൾച്ചറൽ ഐഡന്റിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൾച്ചറൽ ഐഡന്റിറ്റീസ് പറയുമ്പോൾ എല്ലാ കൾച്ചറൽ ഐഡന്റിറ്റീസും പറയുന്നില്ല. ഇവിടെ ഹിജ്റ പറയുന്നുണ്ട്, കിന്നർ പറയുന്നുണ്ട്, ജോഗപ്പാസ് പറയുന്നുണ്ട്. പക്ഷെ മണിപ്പൂരിലുള്ള ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഉണ്ട് ഇതുപോലെ കമ്മ്യൂണിറ്റീസിലുള്ള. നമ്മൾ സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പം കർണാടകയിൽ മംഗളമുഖി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഉണ്ട്, അതിനെ ആരും അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ തിരുനമ്പി എന്ന് പറഞ്ഞിട്ടില്ല, തിരുനമ്പി ഒന്നും പറഞ്ഞിട്ടില്ല. തിരുനമ്പി എന്ന് പറയുമ്പോൾ ട്രാൻസ്മാൻ ആയിട്ടുള്ള ആൾക്കാരാണ്, ട്രാൻസ്മാൻ എവിടെ അഡ്രസ്സേ ചെയ്തിട്ടില്ല, അവരതിനെ ഇൻക്ലൂഡേ ചെയ്യുന്നില്ല. അപ്പോൾ അത് അവർ ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ട്രാൻസ്മാൻ ആയിട്ടുള്ള ആൾക്കാർ എന്തൊരു കഷ്ടമാണ്, അവർക്ക് എങ്ങനെ അവർ ജീവിക്കുക, അവരുടെ കാര്യങ്ങളിൽ എങ്ങനെ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം അവരൊക്കെ സർജറി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് അവരുടെ ID proofs ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായ ഒരു കോംപ്ലിക്കേഷൻസ് നേരിടേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിങ് ആണ്, ഇത് ഇങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ ആൺകൊച്ചിനെ പോലെയുണ്ടല്ലോ, അപ്പോൾ പണ്ടത്തെ പേരെന്താ, പണ്ട് എങ്ങനെയായിരുന്നു, പെൺകുട്ടിയായ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊന്നും അങ്ങനത്തെ സംഭവങ്ങളിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്.
ഓരോ ദിവസവും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യന്മാർ കടന്നു പോകുന്ന പോലെ ട്രോമകളിലൂടെ വേറൊരു വ്യക്തികൾ കടന്നു പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി പലവരും പറയുന്നുണ്ട് ഈ ഒരു ജന്മം ആർക്കും കിട്ടല്ലേ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത, സ്വന്തം സോളിനോടും സ്വന്തം ബോഡിയോടും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഭയങ്കര ഒബ്സ്റ്റക്കിൾസ് നിറഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് ട്രാൻസ്ജെൻഡർ ലൈഫ് എന്നുള്ളത് റിയാലിറ്റിയാണ്. സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ഇല്ലായ്മ ഭയങ്കര പ്രശ്നമാണ്. എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ വിഷമിപ്പിക്കുക, നമ്മളെ താറടിക്കുക, നമ്മളെ തകരുന്നത് കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഒരു മനുഷ്യന് വരാതിരിക്കട്ടെ. ഇപ്പം ഇന്ന് ഞാനെങ്കിൽ നാളെ നീ എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പം പലരും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിപ്പെട്ട വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ബുള്ളി ചെയ്യുന്നതും ഹറാസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ഞാൻ ആ കമ്മ്യൂണിറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നേരിടുന്നതാണെന്ന് പറയുന്നു. ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മെജോറിറ്റിയുള്ള രാജ്യങ്ങളിൽ ബോംബിട്ട് നശിപ്പിക്കുകയും അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പല രാജ്യങ്ങളും ആ ഒരു കമ്മ്യൂണിറ്റി ആയതിൻ്റെ പേരിൽ ഓപ്പറേഷൻ നേരിട്ടിട്ട് രാജ്യത്തെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചതിൽ നിന്ന് പറയുന്നത് കമ്മ്യൂണിറ്റീനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ പറഞ്ഞ പോലെ അവരില്ലാതാക്കാനും മറ്റു കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്താണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടത്? എന്താണ്? പീസാണ്, സമാധാനമാണ്. സമാധാനത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അത് തരിക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ റിസൾട്ട് വേണ്ടത്. ഇപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ പറ്റില്ല. അപ്പോൾ ഈ ട്രാൻസ്മെൻ ആയിരിക്കുന്ന ആൾക്കാരെ അവരെ മെൻഷൻ കൂടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും? കാരണം അവർക്ക് നേരത്തെ തന്നെ ഇപ്പം ഡോക്യുമെന്റ്സിനാണെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇനി നേരിടാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിരിക്കും. അപ്പം ഇനി അതിനുള്ളൊരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ? ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇപ്പം നിലവിൽ എങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ തൊഴിൽ എന്താണോ തൊഴിൽ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ജീവിച്ചു പോവുക. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ആണ് ഇതിനെ ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാരെങ്ങനെയാണ് അതിനെ എടുക്കുക, നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്നൊന്നും നമുക്ക് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ സോഫാർ ഈ ട്രാൻസ്മാൻ ആയിട്ടുള്ള ആൾക്കാരെ മെൻഷൻ ചെയ്ത് അവർക്കൊരു കൺസിഡറേഷനും അവർക്കൊരു എന്താ പറയുക അവരുടെ കാര്യങ്ങളെയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് അവർക്കൊരു പ്രൊവിഷൻ നൽകുന്നുണ്ടെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു നിർബന്ധമായിട്ടും അങ്ങനെ അമെൻമെൻറ്റിനകത്ത് വരണം. മൊത്തത്തിൽ ഈ ബില്ല് തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ അമെൻമെൻറ്റ് ബില്ല് റിജക്റ്റ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നോ 2019 പ്രൊട്ടക്ഷൻ ആക്ട്, അതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഫോളോ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ബില്ലിനെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ പ്രതിഷേധങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തുനിന്നും. കേൾക്കുന്നുണ്ടോ ആൾക്കാർ? ആരും കേൾക്കുന്നില്ല. തളർന്ന് സത്യം പറഞ്ഞ ചില ദിവസങ്ങളിലൊന്നും ഉറക്കം കിട്ടില്ല. ഇനി അതിപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കും, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമ്മളെ മമ്മിയെന്നും ചേച്ചിന്നൊക്കെ വിളിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് എന്തായിരിക്കും, എനിക്ക് സർജറി ചെയ്യാൻ പോവാണ്, ഇനി അതിന് പ്രശ്നം ഉണ്ടാവുമോ? അപ്പോൾ സർജറിക്ക് കൂടെ വരാൻ ആൾക്കാർ പേടിച്ചിരിക്കുകയാണ്. കാരണം സർജറിക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുകയാണ് എൻ്റെ സർജറി ഇവർ നിർബന്ധിച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെടും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നൊരു ബില്ലാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ബില്ലിൽ എഴുതി വെച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അവർ ചോദിക്കുമ്പം നമ്മളിനി എന്ത് ചെയ്യും, നമ്മുടെ എല്ലാം മാറുമോ, നമ്മൾ മുടിയൊക്കെ വെട്ടി സർജറി ചെയ്തതൊക്കെ റിമൂവ് ചെയ്ത് എല്ലാം ചെയ്ത് നമ്മൾ ആൺകുട്ടിയായിട്ട് പോകേണ്ടി വരും, അപ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കും, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ സമാധാനത്തിൽ പറയും പാനിക് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് തന്നെ ആൻസൈറ്റി കൂടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം മാറ്റിയിട്ടുണ്ട്, സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീമെയിൽ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, 10 വർഷത്തിന് മേലെ ആവാനായി. 10 വർഷം പോലെ തന്നെ ആയി. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കല്ലേ. എങ്ങനെ ജീവിക്കും?
ദൈവം ഇത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഇത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് അത് നമ്മളിലേക്ക് ആ ഒരു കാര്യം കറക്റ്റായിട്ട് ആ ഒരു പെയിനും കാര്യങ്ങളും എത്താത്തതെന്ന് തോന്നുന്നു. ഇത് ഒരു പക്ഷെ ഇപ്പം ബാക്കിയുള്ള ആളുകളിലേക്ക് ഇത് തന്നെ വരികയാണ്, ആണിന് ഇങ്ങനെ ഒരു നിയമമുണ്ട്, പെണ്ണിന് ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ളത് വരികയാണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും പെയിന്. പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അന്ന് ആൾക്കാർ അതിനെ ഏറ്റെടുത്തതും അതിനെ കണ്ട രീതിയൊക്കെ ഞാനിപ്പോഴും ആലോചിക്കുകയാണ്. എന്തുകൊണ്ടിപ്പോൾ ഇതിൽ ഈ ഒരു അമെൻമെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല? മൈനോറിറ്റി ആയതുകൊണ്ടാണോ, അതോ ഇങ്ങനെ അവർക്കല്ല, അവരെന്തെങ്കിലുമൊക്കെ അനുഭവിച്ചോട്ടെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാലും തുടച്ച് നീക്കാം, ഇത്തിരിയല്ലേ ഉള്ളൂ, നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അപ്പോൾ പഴുത്തല വീഴുന്നത് കണ്ടിട്ട് പച്ചിലയ്ക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? അതാണ്, പഴുത്ത എല്ലാവരും ഇങ്ങനെ വീണ് പോട്ടെ, കൊഴിഞ്ഞു പോട്ടെ, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതാണല്ലോ, നമ്മൾ അതിനെയും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവർക്കും കൂടി ഒരു സ്പേസ് കൊടുക്കണമല്ലോ. അപ്പോൾ ആ സ്പേസ് എന്തിനാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ച് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആൾക്കാരും ഉണ്ട്. പലരും രംഗത്ത് വന്ന് സംസാരിക്കുന്നതിൽ അഭിമാനമുണ്ട്, അതിൽ ആശ്വാസമുണ്ട്. പക്ഷെ പോരാ, ഇതൊന്നും പോരാ. ഇത് കുറച്ചുകൂടി ശബ്ദം ഉയർത്തണം. ശബ്ദം ഉയർത്തുന്നത് അവിടെ എത്തണം, ആംപ്ലിഫൈ ചെയ്യുന്നത് അവിടെ എത്തണം. അവർ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നീതി കിട്ടുന്നവരെ പോരാടണം. ഇവിടെ സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. നമുക്ക് നീതി കിട്ടുന്നവരെ പോരാടുക. ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമാണല്ലോ. സോ ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്ക് വോയിസ് റൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് റൈറ്റ്സിനെ നേടിയെടുക്കാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്, പ്രിവിലേജും ഉണ്ട്. സോ അങ്ങനെ ഭരിക്കുന്ന ആൾക്കാരുടെ ഇത് രാജ്യഭരണമുള്ള ഒരു രാജ്യമൊന്നും അല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ എലക്ഷൻ ടൈമാണ്, ഈ എലക്ഷൻ ടൈമിൽ കറക്റ്റായിട്ട് BJP-യിൽ കുറച്ച് പേര് അംഗത്വം സ്വീകരിച്ചു. അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ BJP-യിൽ മെമ്പർഷിപ്പ് കൊടുക്കുമായിരുന്നോ? അറിയില്ല, ഞാൻ ചോദിക്കുക. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മൈറ്റ് ബി ഉണ്ടാകാം, മേ ബി. ഞാൻ എനിക്ക് തോന്നുന്നതാണോ, ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് കുറച്ച് ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എന്തായാലും ഇവർക്ക് ഇത് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം വരുന്നുണ്ട്. ഇല്ല, ആർക്കും അറിഞ്ഞില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് പാർട്ടിയിലുള്ള ആൾക്കാർക്ക് ഇത് അറിയാം. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരും എന്നുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു സൂചന ഇല്ലാതിരിക്കില്ലല്ലോ, മേ ബി. അറിയാമായിരിക്കാം, അറിയില്ല. അപ്പം കുറച്ച് പേര് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ കുറച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരെങ്കിലും ശബ്ദം ഉയർത്താതിരിക്കുമല്ലോ എന്ന് മേ ബി അതുണ്ടാകാം, അത് മേ ബി ഉണ്ടാവുമായിരിക്കാം.